ചില സ്നേഹം നിറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ അന്ത്യവിധിയെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, മനുഷ്യൻ അവൻ അറിയാതെ പോലും ചെയ്ത ചില കാരുണ്യ പ്രവൃത്തികൾക്ക് അത് ദൈവം ഓർത്തു വെച്ചിട്ട് അതിന് പ്രതിഫലം നൽകുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ കരുണയോടെ വർത്തിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഈശോ അതിന് പ്രതിഫലം നൽകുമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ അനന്തമായ കരുണ പൗലോസ്ലീഹ അനുഭവിച്ചതിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അത് അനന്തമായിട്ട് എന്നിലേക്ക് കരകവിഞ്ഞു ഒഴുകി എന്നൊക്കെ പൗലോസ്ലീഹ തിമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പൗലോസ്ലീഹ പറയുകയാണ്, എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ കരുണ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് മനുഷ്യന്റെ കരുണ അവനെ തന്നെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ രണ്ട് വായനകളും നമ്മളോട് പറയുന്നത് കരുണയെ കുറിച്ചാണ്. മനുഷ്യരോട് നീ കാരുണ്യം കാണിച്ചാൽ ദൈവം നിന്നോട് കാരുണ്യം കാണിക്കുമെന്ന് ഈ രണ്ട് വായനകൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരോട് കരുണയോട് പെരുമാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ കാരുണ്യ പ്രവർത്തികൾക്ക് ദൈവം നിനക്ക് പ്രതിഫലം നൽകും. രണ്ട്, നീ മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നതിനനുസരിച്ച് ദൈവം നിന്നോടും കാരുണ്യം കാണിക്കും എന്നുള്ളതാണ്. വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ കരുണയോട് പ്രവർത്തിക്കാനും ദൈവത്തിന്റെ കാരുണ്യം ആവോളം ആസ്വദിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്